നായകനും വില്ലനും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ മാഗസിൻ്റെ എഡിറ്ററായിട്ടൊക്കെ നിന്നിട്ട് മാഗസിൻ എഡിറ്ററായ ഒരാളാണ്. അപ്പോൾ വേണമെങ്കിൽ കോളേജിൽ ഒരു കുട്ടി ഹീറോ കളിച്ചുകൊണ്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബുള്ളറ്റിലൊക്കെ കറക്കുമ്പോഴോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്നു. മോഹൻലാൽ SFIയുടെ ഭാഗമായിരുന്നു. അപ്പോൾ SFI എന്ന് പറയുമ്പം ഇന്നത്തെ പോലെ തന്നെ അന്ന് അതിൻ്റെതായിട്ടുള്ള ടെററും കാര്യങ്ങളും ബഹളവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയായിട്ട് അങ്ങനെ വലിയ അടിയും ബഹളവും നടന്നിരുന്നില്ല. ഞാൻ DSU. അന്ന് NSS ഒരു പാർട്ടി ഉണ്ടായിരുന്നു, NDP. അതിന്റെ വിദ്യാർത്ഥി സംഘടനയിലായിരുന്നു. ABVP അല്ല, എല്ലാവരും പറഞ്ഞ ABVP ആണെന്ന്. ABVP ഉണ്ട്. ABVP ഇലക്ഷന് നിൽക്കില്ല. അപ്പൊ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതില് സംഘപ്രവർത്തനത്തിലുള്ളതാണ്. ഞാൻ ഋഷമേലൻ ശാഖയിലായിരുന്നു. ശിക്ഷകും ഒക്കെ ആയി. അങ്ങനെ മുഖ്യ ശിക്ഷക്ക് പക്ഷെ കുറച്ച് ഫ്യൂ ഡേയ്സേ ഇരിക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയിൽ വന്നു. പിന്നെ സിനിമയിൽ വന്നാൽ നമുക്ക് പിന്നെ ഈ ദൈനംദിനം ശാഖയിൽ പോവാന്നുള്ളൊരു സംഗതി വരില്ല. അപ്പൊ അന്നത്തെ കോളേജ് ജീവിതത്തിൽ താങ്കൾ ഹീറോയും മോഹൻലാൽ വില്ലനാണെന്ന് പറയാം. കാരണം രണ്ട് പാർട്ടി മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.